അടിമഴை வரும் அதில் நனைவோமே കുളിർക്കാറ്റിനോട് സ്നേഹം ഒരു പോർവയ്ക്കുള്ളിൽ തൂക്കം. സുഖല്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. ഇപ്പോൾ സൺഡേ സ്പെഷ്യൽ, അങ്ങനെ എന്താ നമ്മൾ സൺഡേ സ്പെഷ്യൽ ചെയ്യാൻ പോകുന്നതെന്ന് നിങ്ങൾ വിചാരിച്ചേ? ഒരു എന്താ പറയുക, നമ്മളിത് ലഞ്ചിനും ഡിന്നറിനും പ്രോപ്പറായിട്ട് ഡൈനിങ് ടേബിളൊക്കെ ഇരുന്ന് കഴിക്കണം എന്നുള്ള ഐറ്റം ഒന്നും അല്ല. ഒരു സ്നാക്ക് ഐറ്റം എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയും കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ഇതിന് പോപ്കോൺ ചിക്കൻ എന്ന് പറയാം, ചിക്കൻ പോപ്കോൺ എന്ന് പറയാം. കുട്ടീസിനൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവമാണ് അല്ലേ? അപ്പോൾ ഈ കൊറോണ ടൈമൊക്കെ ആയതുകൊണ്ട് പുറത്ത് പോയി ഇങ്ങനെ ഓരോ റെസ്റ്റോറൻറ്റിൽ പോയി ഇതൊക്കെ കഴിക്കുക, അല്ലെങ്കിൽ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കണമെങ്കിലൊക്കെ വാങ്ങിച്ച് കഴിക്കാം കേട്ടോ. പക്ഷെ എന്തൊക്കെ തന്നെയെന്ന് പറഞ്ഞാലും നമ്മൾ വീട്ടിലുണ്ടാക്കി കഴിക്കുക എന്ന് പറയുന്നത് അതിനൊരു പ്രത്യേക ഫീലാണ് അല്ലേ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എന്താ പറയുക, നമ്മൾ എത്രയൊക്കെ മ്യൂസിക് കേൾക്കുമ്പോൾ ഒരു സുഖം ഉണ്ടെങ്കിൽ പോലും നമ്മൾ തന്നെ ഒരു സംഭവം അല്ലെങ്കിൽ മ്യൂസിക് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ തന്നെ അത് കേൾക്കുമ്പോൾ അതിനൊരു പ്രത്യേക ഫീലല്ലേ? അപ്പോൾ അതുപോലെ തന്നെ അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് പോപ്കോൺ ചിക്കൻ. ക്രിക്കറ്റിന് ബാറ്റും ബോളും എന്തോരം ഇമ്പോർട്ടൻ്റ് ആണോ, അതേപോലെ തന്നെ നമ്മുടെ ഈ കുക്കിങ്ങിന് ബാറ്റും ബോളും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. വരൂ. ചിക്കൻ, തൈര്, ഇഞ്ചി, വെളുത്തുള്ളി, സവാള, ഉപ്പ്, മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, മുട്ട, കോൺഫ്ലവർ, മൈദപ്പൊടി, എണ്ണ. ഇതൊരു 500 grams ചിക്കന് ഞാനിങ്ങനെ ക്യൂബ്സ് ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുട്ടി കുട്ടി ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് സോക്ക് ചെയ്ത് വെക്കണം. അപ്പം അതിൻ്റെ മിക്സ്ചർ ആദ്യം നമുക്ക് റെഡിയാക്കി വെക്കാം. ഫസ്റ്റ് നമ്മൾക്ക് അരച്ച് വെക്കണം. ഒരു കഷ്ണം ഇഞ്ചി, ഒരു 4-5 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം സവാള, കുറച്ച് വെള്ളം, ഇതെല്ലാം കൂടെ അരച്ചെടുക്കാം കേട്ടോ. നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. നമ്മൾ കിച്ചണിൽ ചിക്കൻ കുറച്ച് നേരം നമുക്ക് സോക്ക് ചെയ്ത് വെക്കണം. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള മിക്സ്ചർ നമ്മൾ റെഡിയാക്കി വെക്കുക. അപ്പം ആദ്യം അരക്കേണ്ടത് നമ്മൾ അരച്ച് കഴിഞ്ഞു. ഇനി മിക്സ് ചെയ്യാം. ഒരു 3 മുട്ട, 1 2 3, പിന്നെ ഒരു 2 കപ്പ് കേർഡ്, ഒരു 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും സവാളയുടെ ജ്യൂസ് മാത്രം നമ്മൾ എടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യണം. ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ നന്നായിട്ട് കിടന്ന് സ്വിം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു 2 hours സ്വിമ്മിങ് ക്ലാസ്. ഓക്കെ, അപ്പോൾ 2 മണിക്കൂറെങ്കിലും നമ്മളിത് ഫ്രിഡ്ജിൽ വെക്കണം. എന്നാൽ എത്രയും നേരം നിങ്ങൾ വെക്കണോ അത്രയും നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടും നല്ല സോക്കായിട്ടും വരും. ഓക്കെ, അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വരാം. അതാ നമ്മള് ചിക്കൻ ഫ്രിഡ്ജിൽ ഇങ്ങനെ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. മക്കളെ, എന്റെ കൈ ശരിയായി. പോപ്കോൺ ചിക്കൻ റെഡിയായോ?
ചിക്കൻ ഇപ്പൊ സോക്കിയ ഫ്രിഡ്ജിൽ വെച്ചിട്ടേ ഉള്ളൂ ഞാൻ. നീ സോക്കോ ജോക്കോ എന്ത് വേണമെങ്കിലും ചെയ്തു. എനിക്ക് പോപ്കോൺ ചിക്കൻ ഇപ്പൊ കിട്ടണം. 2 മണിക്കൂറാവും. 2 മണിക്കൂർ? അയ്യോ, എനിക്ക് എന്റെ ടെൻഷൻ നിനക്ക് അറിഞ്ഞൂടാ. എന്തിനു ടെൻഷൻ? എനിക്ക് ടെൻഷൻ ഉണ്ട്. എനിക്കത് എത്രയും വേഗം കിട്ടണം. ശരി ശരി, വാച്ച്മ ടെൻഷൻ ആവില്ല. റെഡി ആകുമ്പോ ഞാൻ വിളിക്കപ്പോ ചെല്ല്. എന്ത് ചെയ്യ, കഷ്ടം കഷ്ടം. എന്റെ പൊന്നേ, രാവിലെ തൊട്ട് തുടങ്ങിയതാ പോപ്കോൺ ചിക്കൻ വേണം, പോപ്കോൺ ചിക്കൻ വേണം, പോപ്കോൺ ചിക്കൻ വേണമെന്ന് പറഞ്ഞോണ്ട്. രാവിലെ തൊട്ട് ഞാനൊക്കെ നോക്കുന്നുണ്ട്, എവിടെയോ പോകാൻ വേണ്ടി ഒരുങ്ങി കിട്ടിയ പോലെ ഇരിക്കുന്നുണ്ട്. പക്ഷെ എവിടെയാന്ന് ചോദിച്ചോട്ട് പറയണില്ല. എന്ത് ചോദിച്ചാലും എനിക്ക് പോപ്കോൺ ചിക്കൻ വേണം, പോപ്കോൺ ചിക്കൻ വേണം, പോപ്കോൺ ചിക്കൻ വേണം. ഇത് തന്നെ എന്തോന്നാണോ. അപ്പൊ എന്റെ സ്വിമ്മിങ് ക്ലാസ് ഒക്കെ കഴിഞ്ഞു. ഇനി നിനക്ക് ഞാൻ പൗഡർ ഇട്ട് തരാം കേട്ടോ. പാടപ്പെട്ടാ. അപ്പൊ നമ്മള് പൗഡർ എങ്ങനെ ഉണ്ടാക്കാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാല് 1.5 കപ്പ് മൈദമാവ്, 1 കപ്പ് കോൺഫ്ലവർ, വീരങ്ങോട്, 2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇപ്പൊ ചിക്കന് പൗഡർ തേക്കാൻ വേണ്ടിയിട്ട് പൗഡർ നന്നായിട്ട് ഇങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പൊ അതാ പൗഡർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ പൗഡർ ഇട്ട് കൊടുക്കാവേ. അത് നന്നായി അടിപൊളിയായിട്ട് സോക്കായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇത് പയ്യെ ഇങ്ങനെ എടുത്തിട്ട് ഓരോ അരികത്തും തുടങ്ങിക്കോട്ടോ. അതിൽ തന്നെ വെള്ളം നന്നായിട്ട് ഊറ്റിയിട്ട് എടുത്തോളൂ കേട്ടോ. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഡൗട്ട് വരും, ഈ ബാക്കിയുള്ള മാവ് എന്താ ചെയ്യാന്ന് അല്ലെ? അതായത് നമ്മൾ ഒരു വട്ടം പൗഡർ ഒക്കെ നല്ല റെഡിയാക്കി വെച്ചിട്ടില്ലേ ചിക്കൻ, അത് ഒരു വട്ടം കൂടെ നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് സ്വിമ്മിംഗ് പൂളിൽ മുക്കിയിട്ട് പൗഡറിൽ പെരട്ടി അങ്ങ് എടുക്കണം. എന്നിട്ടല്ലേ നമ്മുടെ ചിക്കൻ നല്ല പള 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 പളന്ന് വരുള്ളൂ. കുളിപ്പിച്ച് പൗഡറൊക്കെ ഇട്ട് വൃത്തിയാ. ഇനി ഒന്ന് യൂണിഫോം കൂടി ഇട്ട് സ്കൂളിലേക്ക് പറഞ്ഞേക്ക്. എന്ത് പോപ്കോൺ ചിക്കൻ റെഡിയായ? അതിപ്പോ റെഡി ആയും. ഇവിടെ ഇപ്പൊ ഞാൻ റെഡി ആകുമ്പോഴത്തേനും വിളിക്കാം. എന്റെ അമ്മേ. അപ്പൊ നമ്മുടെ സെക്കൻഡ് കോട്ട് നമ്മൾ ചെയ്യാം. ചിക്കൻ എടുത്തിട്ട് പയ്യെ ഇങ്ങനെ ഡിപ്പ് ചെയ്തോളൂ കേട്ടോ. നന്നായിട്ട് അങ്ങോട്ട് പെരട്ടി എടുക്കണം. അപ്പൊ ആ ഡബിൾ കോട്ട് പൗഡർ ഒക്കെ അടിച്ച് നല്ല റെഡിയാക്കി വെച്ചേക്കാ. ഇനി ഇയാളങ്ങ് പൊരിച്ചെടുത്താൽ മതി. അപ്പൊ എണ്ണ നന്നായിട്ട് ചൂടായി വരണം. കാത്തു വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. റെഡിയായ? ചൂടായിക്കോ. ചിക്കൻ റെഡിയായ? ചൂടായിക്കോ. പോപ്കോൺ ചിക്കൻ റെഡിയായോ? നന്നായിട്ട് തിളച്ചു മറിയണം, അത്രയും ചൂടായി. സിമ്പിൾ വേസ്റ്റ്. നന്നായി ചൂടായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ പോപ്കോൺ ചിക്കൻ നല്ല സൂപ്പർ ആയിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി. 1 മിനിറ്റ് ഞാനത് പറഞ്ഞോണ്ടിരിക്കാം. പറയാനുള്ളത് പറഞ്ഞു മോളെ. എനിക്കിത് തിന്നോണ്ട് എന്നിട്ടാണ് മാച്ച് കാണാൻ. മാച്ചാ? CSK ഡൽഹി മാച്ച്.
ഞാൻ CSKയുടെ ഫോളോവർ ആണ്. നോക്ക്, യെല്ലോ കളർ സാരി ഉടുത്തിരിക്കുന്നത്. ചെന്നൈ സൂപ്പർ കിങ്സ്. CSK മാച്ചാ? അത് സാറ്റർഡേ, ഇന്നലെ ആയിരുന്നു മാച്ച്. തീർന്നു, സൺഡേ അല്ലേ? സൺഡേയാ? ഞാൻ ഇന്നലെ ഉച്ചക്ക് ഉറങ്ങാൻ നേരത്ത് നിന്നോട് പറഞ്ഞതല്ലേ ഈവനിങ് 6 മണിക്ക് എന്നെ വിളിക്കണം, 7 മണിക്ക് എനിക്ക് മാച്ച് കാണണമെന്ന്. അയ്യോ, അത് ഈവനിങ് 6 മണിയാണോ പറഞ്ഞത്? ഞാൻ വിചാരിച്ചു ഇന്ന് രാവിലെ 6 മണി.